ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. 150 ഗ്രാം തൂവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തൂവരപ്പരിപ്പിന്റെ പകുതി മാത്രം എടുത്താൽ മതി ചെറുപരിപ്പ്. ചെറുപരിപ്പ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും. പിന്നെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തത്, ഒരു 10 വലിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്. ഇല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും ചതച്ച് ചേർക്കുന്നതിനേക്കാളും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കടുക്, ഉണക്കമുളക്, കറിവേപ്പില. അപ്പോൾ നമുക്ക് നോക്കാം ഇതേ കറിയാക്കാന്ന്. ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഞാനിവിടെ 2 പരിപ്പും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് കുക്കറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചെറുപരിപ്പ് ചേർക്കാം. ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കാം. പരിപ്പ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പരിപ്പിൽ നന്നായിട്ട് വെള്ളം വേണം. അല്ലെങ്കിൽ ഇത് കറിയാക്കുന്ന സമയത്ത് ഈ പരിപ്പ് കറിക്ക് വയ്ക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ കറി പെട്ടെന്ന് തിക്കായിപ്പോവും. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. ഈ മൂടി വെച്ചിട്ട് പരിപ്പ് വേവിക്കുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് മൂടി വയ്ക്കുക. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാം. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇതൊരു വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക. ഈ ചൂടായ ഓയിലിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കെ ചെറുതാക്കിയിട്ട് ചേർക്കാം. ഈ ഉണക്കമുളകും ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിക്കണം. ഇതിലേക്ക് ജീരകം ചേർക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതാണ് ജീരകം ഇട്ട വഴിക്ക് തന്നെ പെട്ടെന്ന് മുരിയും. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണം സവോള ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം, കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഈ കറിയുടെ പ്രത്യേക ടേസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആ ജീരകം മൊരിച്ച് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ചോപ്പ് ചെയ്ത് ചേർക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഈ കറി കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കണം. അപ്പോൾ കറി നേരത്തെ ഉണ്ടാക്കി വെക്കരുത്. പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന നേരമാകുമ്പോൾ മാത്രം ഇതേപോലെ പരിപ്പ് കാച്ചിയെടുത്താൽ മതി. ഈ കറി എൻ്റെ വീട്ടിൽ സ്ഥിരം വെക്കുന്ന ഒരു കറിയാണിത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വറുത്ത മീനാണ്. ഈ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെയും നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതിലേക്ക് ചേർത്തേക്കണ പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. മുളക് പൊടിയും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം.
ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ കറിയിൽ ചാറ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കറി നല്ല തിക്കായിട്ടിരുന്നുണ്ടെങ്കിൽ ഈ പരിപ്പറിയൊക്കെ ആകുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ കറി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ വേണം കറി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാം. ബാക്കി നമ്മൾ മീൻ കറിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നാലും കുറച്ച് ചൂടാറിയാലും ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ പരിപ്പ് കറി എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം.